ഓരോ വർഷവും ഏകദേശം 10 ദശലക്ഷം ഹെക്ടർ വനം ഈ ഗ്രഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ചുരുക്കത്തിൽ പറഞ്ഞാൽ പോർച്ചുഗൽ, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്ന ഒരു പ്രദേശമാണിത്. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ നഷ്ടത്തിന്റെ തോത് അമ്പരപ്പിക്കുന്ന അനുപാതത്തിലെത്തി. 420 ദശലക്ഷം ഹെക്ടറിലധികം മരങ്ങൾ നശിപ്പിക്കപ്പെട്ടു. വനനശീകരണം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ കാനഡ 3-ാം സ്ഥാനത്താണ്. ഏകദേശം 2 ദശലക്ഷം ഹെക്ടർ വനം എല്ലാ വർഷവും വെട്ടിമാറ്റപ്പെടുന്നു. 3 ദശലക്ഷം ഹെക്ടറിൽ കൂടുതൽ വനവിസ്തൃതിയുമായി ബ്രസീൽ തൊട്ടുപിന്നിലുണ്ട്. റഷ്യയാണ് മുന്നിൽ. അവിടെ എല്ലാ വർഷവും 4 ദശലക്ഷം ഹെക്ടറിലധികം വനവിസ്തൃതി അപ്രത്യക്ഷമാകുന്നു. എന്നാൽ മനുഷ്യത്വം ക്രൂരമായി വനങ്ങൾ നശിപ്പിക്കുന്നത് തുടർന്നാൽ എന്ത് സംഭവിക്കും? പല ഇനം മൃഗങ്ങളും സസ്യങ്ങളും എന്നേക്കുമായി അപ്രത്യക്ഷമാകും. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഗണ്യമായി വർദ്ധിക്കും. ഓക്സിജന്റെ ഭൂരിഭാഗവും സമുദ്രങ്ങളാണ് ഉത്പാദിപ്പിക്കുന്നതെങ്കിലും വനങ്ങളുടെ പൂർണ്ണമായ നാശം വിനാശകരമായ മാറ്റങ്ങൾക്ക് കാരണമാകും. ഗ്രഹം ഒരു മരുഭൂമിയായി മാറാൻ തുടങ്ങും. അവിടെ താപനില ക്രമാനുഗതമായി ഉയരുകയും കാറ്റ് മണ്ണൊലിപ്പ് കൂടുകയും ചെയ്യും.